ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈതേറിയം എന്താണ് PC പോലെ തന്നെയാണ്, ബട്ട് ഇറ്റ് ഡസ് സ്ലോ. എന്താണ് ഈതേറിയം എന്ന് കണ്ടു നോക്കാം. ഈതേറിയം is a decentralized computing platform. We can think that it is like laptop. Okay, സാധാരണ ലാപ്ടോപ്പ് or PC പോലെ തന്നെയാണ്, but it does not run on a single device. Okay, സിംഗിൾ ഡിവൈസിൽ അത് റൺ ചെയ്യുന്ന മെയിൻ ആയിട്ടും thousands of machines around the world, meaning that it has no owner. Okay, ഓണർ ഇല്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. പക്ഷെ ഇത് ഫൗണ്ട് ചെയ്ത വിറ്റാലിക് ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരാളാണ്. ഓക്കെ, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈതേറിയം ആൻഡ് ഈതർ? ഓക്കെ, നമ്മൾ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഈതേറിയം 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 എന്ന് പറയും, പക്ഷെ ഈതർ എന്നും പറയും. ഓക്കെ, എന്താണ് ഡിഫറൻസ് നോക്കാം. Most of all, the units used in Ethereum are not called Ethereum or Ethereums. Ethereum is the protocol itself. Okay, Ethereum is main protocol, but the currency that power it is simply known as Ether. Okay, Ethereum main protocol ആണ് എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് പോലെയാണ്. ഓക്കെ, പക്ഷെ അതിന് യൂസ് ചെയ്യുന്ന കറൻസിനെ പറയുന്നതാണ് നമ്മൾ പറയുന്നതാണ് ഈതർ. ഓക്കെ, ഇനി നമ്മൾ കറൻസിനെ യൂസ് ചെയ്യുമ്പോൾ, ക്രിപ്റ്റോ കറൻസിനെ യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഈതർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈതറിയം എന്നുള്ള യൂസ് ചെയ്യേണ്ടത്. ഈതറിയം ഒരു പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, ഒരു പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ഈതർ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസിയാണ്. എന്താണ് ഇതിനെ ഈതറിന് കൂടുതൽ വാല്യുബിൾ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓൾ ഇറ്റ് ഈസ് ലോഞ്ച് ഈതറിയം ക്യാൻ റൺ കോഡ് അക്രോസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. As such, programs can't be tampered with by external parties. Tampered ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ആക്കാൻ പറ്റില്ല. They are added to Ethereum database and can be programmed so that the code can't be edited. Okay, എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. In addition, the database is visible to everyone. എല്ലാവർക്കും അത് വിസിബിൾ ആണ്. So user can audit code. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റും എഡിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് ഓൾട്ടർനേഷൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഡേറ്റാബേസ് വിസിബിൾ ടു എവരിവൺ. യൂസർ ക്യാൻ ഓഡിറ്റ് കോഡ് ബിഫോർ ഇന്ററാക്ടിങ് വിത്ത് ഇറ്റ്. ഓക്കെ, ഒരു നോഡ് റൺ ചെയ്യാനോ അതുപോലെ ട്രാൻസാക്ഷൻ നടത്താനൊക്കെ ചെയ്യണമെങ്കിൽ യൂസറിന് നമ്മൾക്ക് അതിനെ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അനലൈസ് ചെയ്യാൻ പറ്റും. Means anyone anywhere can launch applications that can't be taken offline. More interestingly, because it is a native unit Ether. Okay, stores value. These applications can set conditions on how value is transferred. We call the programs that make up application smart contract. Okay, നമ്മൾ സാധാരണ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്ത് ഇതേ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതാണ് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. In most cases, they can be set to operate without human intervention. Okay, ഹ്യൂമൻ ബീങ്സിന്റെ ആവശ്യമില്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഈ ഡീസെൻട്രലൈസ്ഡ് ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഈതറിന്റെ പ്ലാറ്റ്ഫോമിൽ സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈതറിയം ബിറ്റ്കോയിൻ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, ബിറ്റ്കോയിൻ റിലൈസ് ഓൺ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് ടു ക്രിയേറ്റ് എ global digital cash system. It has introduced a few key innovations that allow the coordination of users around the globe without the need of central party. Okay, Bitcoin central party ആവശ്യമില്ല. By having each participant run a program on their computer, Bitcoin made possible for users to agree upon the state of ബിറ്റ്കോയിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞേക്കുന്ന ട്രസ്റ്റ് ഡേറ്റാബേസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ ഡിഫറൻസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ബിറ്റ്കോയിൻ ഫസ്റ്റ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഇറ്റ് വാസ് നോട്ട് ക്രിയേറ്റഡ് ആസ് എൻ ഓവർലി കോംപ്ലക്സ് സിസ്റ്റം. കോംപ്ലക്സ് സിസ്റ്റം അല്ല, അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കരുത്ത്. And that is a strength when it comes to security. Okay, കോംപ്ലക്സ് സിസ്റ്റം ആയതുകൊണ്ട് സെക്യൂരിറ്റി ചിലപ്പം ഇത് കോംപ്ലക്സ് സിസ്റ്റം അല്ല, സിമ്പിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് കെപ്റ്റ് ഇന്റൻഷനലി ഇൻഫ്ലെക്സിബിൾ ടു പ്രയോറിറ്റൈസ് സെക്യൂരിറ്റി അറ്റ് ഈസ് ബേസ് ലെയർ. ബേസ് ലെയറിൽ നല്ലതായും സെക്യൂരിറ്റി ഉണ്ട്. Indeed, smart contract language in Bitcoin is extremely constrained. സ്മാർട്ട് കോൺട്രാക്റ്റുകൾ വളരെ കുറവാണ്. And it does not accommodate application outside of a transaction very well. Okay, പുറത്തുനിന്ന് വരുന്ന ട്രാൻസാക്ഷനോ അതുപോലെ തന്നെ എന്തെങ്കിലും DApps ഒന്നും ബിറ്റ്കോയിന്റെ ഫസ്റ്റ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ആഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ബിറ്റ്കോയിൻ ഒരു ഫസ്റ്റ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, ഹൈലി സെക്യൂർ ആണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. ഈതറിയം എന്താണ്? സെക്കൻഡ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അത് റിമെയിൻ മോസ്റ്റ് പ്രൊമിനന്റ് ഔട്ട് ഓഫ് ഡേറ്റ്. ഇറ്റ് ബിയേഴ്സ് similarities to Bitcoin and can perform many of the same functions under the hood. However, the two are very different and each its own advantages over the other. പറഞ്ഞാലും ഈതറിന്റെ പ്ലാറ്റ്ഫോമില് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ DApps ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതെന്താണ് റീസൺ? എന്തായിരിക്കും അതിന്റെ റീസൺ? എന്തായിരിക്കും? സെക്കൻഡ് ജനറേഷൻ അത്ര അധികം സെക്യൂരിറ്റി ഇല്ല, അപ്പൊ ഈസി ആയിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
അത് തന്നെയാണ് ബിറ്റ്കോയിനും ഈതറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പക്ഷെ എന്നാലും ഹൈലി സ്കേലബിൾ, ഈതറിനും ഹൈലി സ്കേലബിലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രൂഫ് ഓഫ് വർക്കിന് മാറ്റിയിട്ട് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പം ഹൈലി സ്കേലബിൾ ആവും. അടുത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേജ് മെഷീൻ, ഓൾ ദീസ് മീൻസ് ദാറ്റ് at any given time you have a snapshot of all account balances. സ്മാർട്ട് കോൺട്രാക്ട് പറഞ്ഞാൽ സാധാരണ സ്നാപ്ഷോട്ട് എടുക്കുന്ന പോലെ നമ്മൾ ലെഡ്ജറിൽ, പ്രൈവറ്റ് ലെഡ്ജറിൽ ഈ ഇദ്ദേഹത്തിന്റെ ബാലൻസും എല്ലാം ഷോ ചെയ്യും. അപ്പം അത് പ്രോപ്പറായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ഓഡിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സ്മാർട്ട് കോൺട്രാക്ട് ക്യാൻ ബി റൺ Ethereum are triggered by transaction either from users or other contract. When a user send a transaction, ഒരാൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ every node on the network runs the contract. എല്ലാ നോഡുകളും കോൺട്രാക്ട് റൺ ചെയ്യും. ഓക്കെ, ആൻഡ് റെക്കോർഡ്സ് ദി ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് റെക്കോർഡ് ചെയ്യും. അങ്ങനെയുള്ള മെഷീൻ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, EVM, ഇതേറിയം വെർച്വൽ മെഷീൻ. ഓക്കെ, അതിനാണ് ഇതേറിയത്തിന്റെ നോഡ് എന്നും കൂടി പറയുന്നത്. which converts the smart contract into instructions of the computer can read. 2008 ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്ത് സതോഷി നാക്കമോട്ടോ എന്നാണ് പറയുന്നത്. അദ്ദേഹം അല്ല, വിറ്റാലിക് ബ്യൂട്ടറിൻ അതിനകത്ത് കൂടുതലായിട്ട് പ്രോഗ്രാമർ വന്ന് കൂടുതലായിട്ട് അതിനകത്ത് ആപ്ലിക്കേഷൻസ് റൺ ചെയ്തു. ഓക്കെ, ഇപ്പം അദ്ദേഹമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, വിറ്റാലിക് ബ്യൂട്ടറിൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അദ്ദേഹം കൂടുതൽ നോഡും കാര്യങ്ങളൊക്കെ അദ്ദേഹം റൺ ചെയ്തു. പിന്നെ മെയിൻ ആയിട്ടും ഈതറിന്റെ പ്ലാറ്റ്ഫോമിൽ ERC20 ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ERC20 ടോക്കൺ ഈതറിന്റെ പ്ലാറ്റ്ഫോമിലാണ്. അത് ട്രാൻസാക്ഷനും അതിന്റെ ഇതും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഗ്യാസ് ഫീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഗ്യാസ് ഫീസ് കുറയ്ക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടിരുന്ന ഇതേറിയം 2.0. Subscribe now.